എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും നൽകുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. നമ്മൾ ഇന്നലെ കൊടുത്തൊരു 4 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആദ്യം നോക്കി ഇന്നേക്കുള്ള ഒരു 4 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഇന്നലെ ആദ്യമായി വിജയ ഡയഗ്നോസ്റ്റിക് ആയിരുന്നു. 920 ഒരു എൻട്രി പറഞ്ഞിരുന്നത്. സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് 927 പിന്നീട് നേരെ 912 വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ടില്ല, നേരെ താഴേക്കാണ് വന്നത്. നമുക്കതിലൊരു എൻട്രി ഇന്നലെ ലഭിച്ചിട്ടില്ല. അടുത്തത് കെ ഇ സിയിലും 970 ബൈ എൻട്രി ആയിരുന്നു. സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് 956 നേരെ താഴെ വന്നു. ശേഷം നമുക്കൊരു എൻട്രി അതിലും ലഭിച്ചിട്ടില്ല. സ്റ്റോക്കുകളെല്ലാം തന്നെ ഹൈയിലായിരിക്കുന്നതുകൊണ്ട് ഇനി മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം തന്നെ ഒരു കൺസോൾട്ടേഷനിൽ. അടുത്തത് ഹിന്ദുസ്ഥാൻ സിഗ് ആയിരുന്നു. ഹിന്ദുസ്ഥാൻ സിഗിലും 502 ബൈ എൻട്രി. ഓപ്പൺ ചെയ്തത് 502 തന്നെയാണ്. ശേഷം നേരെ താഴെ വരികയായിരുന്നു. എന്നാൽ ഇന്നലെ മാർക്കറ്റ് മൊത്തത്തിലൊരു ബുള്ളിഷ്നെസ് ആയിരുന്നു. പക്ഷേ സ്റ്റോക്കുകൾ മാർക്കറ്റ് ചെയ്ത പോലെ തന്നെ, അതായത് നിഫ്റ്റിയുടെ പ്രോസസ്സ് പോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് നേരെ താഴേക്ക് വന്നു. അതുപോലെ തന്നെയാണ് സ്റ്റോക്കുകളും ചെയ്തത്. ലാസ്റ്റ് വൺ JK ലക്ഷ്മി ആയിരുന്നു. JK ലക്ഷ്മിയിലും 792 ബൈ എൻട്രി. 790 ഓപ്പൺ ചെയ്ത് 797 വരെ പോയി. പിന്നീട് നേരെ താഴേക്ക് തന്നെയാണ് വന്നത്. അതിന് ആദ്യമായി നമുക്ക് 4 സ്റ്റോക്കിലും എൻട്രി ലഭിക്കാത്ത ഒരു ദിവസം ഉണ്ടായിരിക്കുകയാണ്. മാർക്കറ്റ് പുതിയൊരു തലങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ ഇനി സ്റ്റോക്കുകളുടെ പെർഫോമൻസൊക്കെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുകയുള്ളൂ. അടുത്തത് ടോറൻറ്റ് ഫാർമ. ഇന്നേക്കുള്ളത് ടോറൻറ്റ് ഫാർമയിൽ 1767 ബൈ എൻട്രിയാണ്. കാരണം നമുക്കെപ്പോഴും സെൽ എൻട്രി കൊടുക്കാനുള്ളതായിട്ടില്ല. കാരണം മാർക്കറ്റ് തന്നെ ഒരു കൺഫർമേഷൻ തരാത്തത് കൊണ്ട് അപ്സൈഡിലേക്ക് തന്നെ പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 1767 എൻട്രി എടുത്താൽ 1760 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1774, 1778 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് എന്തായാലും മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ് കൂടുതലും. നിങ്ങൾ വാച്ച് ചെയ്യുക. അടുത്തത് ഇൻഫിയാണ്. ഇൻഫിയും 1951 നമുക്കൊരു എൻട്രി എടുത്ത് പോവാം. ഈ ഒരു ഏരിയ ഇന്ന് കുറച്ച് താഴെ വന്ന്, അതായത് ഒരു റീടെസ്റ്റ് നടത്തി 1950 വരെ വന്ന് 1951 നമുക്കൊരു എൻട്രി എടുക്കാം. നേരെ താഴെ വരികയാണെങ്കിൽ എടുക്കരുത്. 51 താഴെ വന്ന് തിരിച്ച് കയറുന്ന സമയത്ത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് 951 എടുത്ത് പോകേണ്ടത്. 945 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 957, 1957, 1962 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് അപ്പോളോ ടയറും ഒരു അപ്പ് ട്രെൻഡിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റേഞ്ച്, ഈ ഒരു റെസിസ്റ്റൻസ് പലതവണ ബ്രേക്കൗട്ട് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടില്ല. ഏതായിരുന്നാലും ഇന്ന് 499 മുകളിൽ ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 500 ഒരു എൻട്രി എടുക്കുക. 496 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 504, 507 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് M&M ഫിനാൻസ് ബൈ എൻട്രി തന്നെയാണ്. 324.50, 323 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 326.50, 328 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് അതിന് മുകളിലൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ പരമാവധി ലോട്ട് സൈസ് കൂട്ടി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 4 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് പൂർണ്ണ ബോധത്തോടെ എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.